ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ XP Wheels Lab. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ റെഗുലർലി കളിക്കുന്ന ഒരു ഗെയിമിൽ ഒരു ബോട്ട് വാങ്ങിയിട്ടുണ്ട്. ബോട്ടും പിന്നെ വേറൊരു അടിപൊളി കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴാണ് എനിക്കും ബോട്ട് കൈ കിട്ടിയത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈവിന് പോവാം. സാധാരണ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു വണ്ടി കുടുങ്ങി കിടക്കും. കാരണം ഇങ്ങനെ വെള്ളത്തിലേക്ക് പോയാൽ പിന്നെ വണ്ടി കിട്ടില്ല. അപ്പോൾ ആൾക്കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അതാകുമ്പോൾ പിന്നെ വണ്ടി അവിടെ സ്റ്റക്കായി കിടന്നു. എന്നിട്ട് വേറെ ഇത് വണ്ടി സ്പോൺ ആക്കും. കാരണം വണ്ടി സ്പോൺ ചെയ്യാൻ ആകെ 500 രൂപയുള്ളൂ. പക്ഷേ ഇത് വണ്ടി റിപ്പയർ ചെയ്യാൻ 3000. ഇവിടെ ഒരാളുണ്ട്. നമുക്കൊന്ന് വണ്ടി ഡ്രിഫ്റ്റ് അടിച്ച് വർക്ക് ചെയ്യാം. ആ വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് പറ്റുകയാണെന്ന് വെള്ളത്തിൽ തള്ളിയിടാം. സൈഡിലേക്ക് ഒതുക്കി പറക്കുക. എന്നിട്ട് ഒരൊറ്റ ചാട്ടം കൊടുക്കുക. ഓക്കെ, വണ്ടി ചാടി കളിക്കുന്നു. ഇല്ല ഗൈസ്, ഇത് പാസീവ് മോഡിലുള്ള ആളാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവനാരും ഇമ്പളെ പോട്ട് കയറായി വെള്ളത്തിൽ ഇവരെന്താ വെള്ളത്തിൽ പോകുന്നില്ലേ? സ്പീഡിലെടുക്കാം. സ്പീഡിലൊരൊറ്റ അത്രേ ഉള്ളൂ. അവൻ അതിലൊക്കെ തീർന്നു. ചെങ്ങായി വെള്ളത്തിൽ കൂടെ പറക്കുക. അല്ല വെള്ളത്തിൽ കൂടെ നടക്കാനോ? ഇല്ല, അവനെ സെറ്റാക്കുക. ഗൈസ്, ബോട്ട് പറക്കുന്നു, കരയിൽ കയറില്ല. ഓൻ വെള്ളത്തിൽ കിടക്കുന്നു. സ്പീഡിലും അപ്പുറത്തേക്ക് ഇപ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കറങ്ങുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ മുകളിൽ കൂടെ പോകും. ഓക്കെ, 462 റുപ്പീസ്. നമ്മൾ പുതിയൊരു കാർ ഈ അടുത്ത് എടുക്കുന്നതാണ്. ഓക്കെ, വണ്ടി അങ്ങോട്ട് ചേർത്ത് പാർക്ക് ചെയ്തിടാം. അല്ലെങ്കിൽ ചെങ്ങായി ഇങ്ങനെ വരും. ഓക്കെ ഗൈസ്, നമ്മളെ ഷൂട്ട് ചെയ്യുന്നു. പാസീവ് മോഡാണെന്ന് അറിയില്ല പവത്തിന്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഏതായാലും പുതിയ കാറ് കാണിച്ചു തരാം. അതിന് മുന്നേ ഇവനൊന്ന് വെള്ളത്തിലേക്ക് ഇടാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞങ്ങൾക്ക് പുതിയ കാറ് കാണിച്ചു തരാം. കാറ് സ്പോൺ ചെയ്തിടാം. അപ്പോൾ ബോട്ട് താനേ പോയിക്കോളൂ. ഓക്കെ, കാറ് മനസ്സിലായില്ല വിചാരിക്കുന്നു. ചിലർ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നോക്കും കാറ് അറിയാൻ വേണ്ടിയിട്ട്. വഴി ഇതിലൂടെ അറിയാം. നമുക്ക് അപ്പുറത്ത് കൂടെ ഒന്ന് പോയി നോക്കാം. ഇതിലൂടെ വഴിയില്ല എന്നാണ് തോന്നുന്നത്. ഗൈസ്, അപ്പുറത്ത് കൂടെ പോയേക്കാം. അപ്പോൾ വഴി എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കയറിപ്പോവാ. ഞാൻ അടിപൊളി ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു പച്ച കാറാണ്. നമ്മളെ പോളോൻ്റെ കളർ തന്നെയാണ്. ധരിಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೇ ಗರುಡ ಗಮನ ನಮ ಪುರಂದರ ವಿಠಲನ. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ? ഇനി ഇവനെ കൊണ്ട് നമുക്ക് വണ്ടിയിലേക്ക് നടത്തിക്കാം. പക്ഷെ ഇത് ഓപ്പോസിറ്റാന്ന് തോന്നുന്നു. കറക്റ്റ് മനസ്സിലാവില്ല. ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴേ നടക്കൽ പാടാം. ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഗൈസ്, അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാത്വിക് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓൻ പറഞ്ഞു അവൻ്റെ പേര് വീഡിയോയിൽ പറയണമെന്ന്. അപ്പം ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ സാത്വിക്. ഓക്കെ, ഈ കാറ് കുറച്ച് ചോട്ടാപ്പിളി കാറാണെങ്കിലും പക്ഷേ
അടിപൊളി സ്പീഡാണ് ഗൈസ്. ഏകദേശം നമ്മളെ പോളോൻ്റെ സ്പീഡൊക്കെ കയറും. പോളോനെ കാട്ടി കയറുമോ അറിയില്ല. ഇതെന്തായാലും ഒരു 170 180 ഒക്കെ കയറുന്നുണ്ട്. സുഖമായിട്ട് പോകും. നല്ലോണം ഡ്രിഫ്റ്റ് ആകുന്നുണ്ട്. കാരണം ഞാൻ ഇത് വാങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. പിന്നെ ഞാൻ ടെർബോയും എൻജിനൊക്കെ ആയിട്ട് അയ്യോ പോയി, വെള്ളത്തിലേക്ക് പോയി ഗൈസ്. ഇപ്പം ഡോറ് തുറന്നിറങ്ങാൻ മറന്നുപോയി. അപ്പം നമ്മളും ഡൈഡ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു കാറ് വാങ്ങുന്ന വീഡിയോ ആയിട്ട് ഉടനെ വരാം.